ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ദിയയുടെ കസിനാണ്. സൗണ്ട് എന്താ മാറിയിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ദിയയുടെ കസിനാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടാണ്. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 സൈസ് പേപ്പർ എടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബുക്കിൻ്റെ പേപ്പർ കീറി സൈഡ് വെട്ടിയെടുത്തതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അംലയുടെ എണ്ണയാണ് എടുക്കുന്നത്. ഞാനിതാണ് തലയിൽ തേക്കുന്നത്. ഇത് നല്ല സുഖമാണ് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് തേച്ച് കൊടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഗൈസ്, ഞാൻ തേച്ച് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ബോർഡ് എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ പഴയ ബോർഡാണ്. അപ്പോൾ ഇതിനൊരു കുഴപ്പം ഇപ്പോൾ പറ്റിയിട്ടില്ല. സൈഡ് ജസ്റ്റ് ഒന്ന് ഇളകി, അത്രയേ ഉള്ളൂ. എനിക്ക് ഇതാണ്ട് ഈ ബോർഡാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുന്നായിട്ട് തന്നെ ഓർബിറ്റ് കഴിക്കാം ഗൈസ്. ഓർബിറ്റ് കഴിച്ച ഒരു എനർജി കിട്ടും. ഞാൻ പച്ചമാങ്ങയുടെ ഓർബിറ്റാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഓർബിറ്റ്. ഒരു പൊട്ടിച്ചൊരെണ്ണമാണ് വായിലിടാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം. വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ ബൗൾ. ഞാനിപ്പോൾ ബൗളെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് വല്ലതും ചെയ്യണമെങ്കിൽ ഈ ഒരു ബൗളാണ് എടുക്കുന്നത്. അതാണ് ഇതിനകത്ത് ഇച്ചിരി ഓയിൽ ഇരിക്കുന്നത്. ഇച്ചിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര പാടാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താണ്ട് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓയിൽ ഈ ഒരു കുഞ്ഞ് ബ്രഷ് വെച്ച് ഞാൻ അതിലോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ബ്രഷ് വെച്ച് തേക്കുന്നതായിരിക്കും നല്ലത്. കൈ വെച്ച് തേച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതെനിക്ക് മേക്കപ്പ് സെറ്റ്സ് മേടിച്ചപ്പം എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയ ബ്രഷസ് ആണ്. ഇത് പോരാതെ വേറെ കുറച്ചും കൂടി ഉണ്ട്. പാക്കറ്റിലായിട്ട് ഇട്ട് വെച്ചേക്കുക. അതുകൊണ്ട് വേറെ ഒരെണ്ണം ഇതാണ്. കണക്കത്തെ വലിയ വലിയ ബ്രഷസും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ എന്താണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡും തേച്ചൊന്നും കൊടുക്കണ്ട, ഒരു സൈഡ് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിക്കോളും. അപ്പോൾ നല്ല തേച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ തേച്ച് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്താ എണ്ണയൊക്കെ തേച്ച് നല്ല വൃത്തിയായിട്ട് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് അടിച്ചടിച്ച് വന്നപ്പം ഇതാണ്ട് ഈ ഒരു ബ്രഷിൽ അങ്ങോട്ടെല്ലാം ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രഷ് എടുത്ത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിതൊന്ന് ഉണക്കാൻ വേണ്ടി വെക്കാം. ഇതാ കണ്ട രണ്ട് സൈഡും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടിൻ്റെ ഈ ഒരു സംഭവം. ഇനി നമുക്ക് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബോർഡ് സംഭവങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഞാൻ ബോർഡ് എടുക്കുന്നുണ്ട്. ഞാൻ ബോർഡിന് വേണ്ടിയിട്ട് ഈ ബുക്കിൻ്റെ ബാക്കിലത്തെ ബൈൻഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എടുക്കാം ഗൈസ്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുഞ്ഞ് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണർ, ഇവിടുത്തെ എല്ലാ കോർണറും നമുക്കൊന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കാം. എനിക്ക് ഈ കോർണറൊന്നും ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ ഒരു രീതിയിലാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ നല്ല
ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാൻ കവർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ബോർഡ്, അതായത് അതിൻ്റെ ഒട്ടിക്കാനുള്ള സംഭവം സെറ്റാക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഗൈസ്. അറിയാണ്ട് മിസ്സായി പോയതാണ് സത്യം പറഞ്ഞാൽ. അപ്പം എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, സോറി കേട്ടോ, എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ബോർഡ് ഉണ്ടാക്കാമേ ഗൈസ്. അപ്പോൾ അതായത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അയ്യോ, ഇത് ഞാൻ കട്ട് ചെയ്തില്ലേ, സോറി ഗൈസ്, അറിയാത്ത കട്ടിപ്പോഴാണ്. നമുക്കിതും കൂടി അത് കട്ട് ചെയ്തെടുക്കാം ഓരോ ഇതായിട്ട്. ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്, എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോർഡിലോട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് വരാവേ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി സ്റ്റിക്കി നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. പകുതി പേർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് നമ്മളിങ്ങനെ എല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിക്കുക. ശേഷം ഇതുപോലെ തട്ടിയിട്ട് ഇതുപോലെ ലെവലാക്കി എടുക്കണം ഗൈസ്. അതിനുശേഷം നമുക്ക് ഒരു പശ എടുക്കാം. എൻ്റെ പശ തീരാറായി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഗൈസ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്നിലോട്ട് തട്ടിക്കൊടുക്കുക ഗൈസ്. നമുക്ക് കുറച്ച്, അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ കുറച്ച് പശ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടോട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഉണങ്ങാൻ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റിക്കിങ് നോട്ട് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാതി ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പാതി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കിനോട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എന്താണ് ഞാൻ പൊതിഞ്ഞെടുത്തത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഒരെണ്ണം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മൾ അഞ്ചിലെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തളിരുകൾ എടുത്തിട്ട് ഇതിന് മുന്നിലോട്ട് വെച്ച് കൊടുക്കുകയാണേ. തണ്ടേ ഇതുപോലെ മുട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കൂടി ഇത് വെച്ചിട്ട് അങ്ങ് വരയ്ക്കുക. ഞാനിപ്പോൾ പെൻസിലാണ് എടുക്കുന്നത്. പേന വെച്ചും ഇത് പറ്റും, പറ്റാതിരിക്കാനൊന്നുമില്ല, നല്ല ഇതാണ്. അസൈൻമെൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വെച്ചൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കാര്യം നടക്കും. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതുണ്ടാക്കുന്നത്. അപ്പം എന്നോട് ദിയ ചോദിച്ചു എനിക്കൂടി ഇതുണ്ടാക്കി തരുമോ, എനിക്ക് യൂട്യൂബിൽ ഇടാനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി യൂട്യൂബിൽ ഇടാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഞാൻ എന്താ വരച്ചു വരെ എത്തി ഗൈസ്. ഞാൻ വലിയ കലാകാരിയൊന്നുമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നല്ലോണം വരയ്ക്കുന്നവരാണ്, നല്ലോണം ഇത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. കണ്ട ഞാൻ ഉണ്ടാക്കിയെടുത്ത് വരച്ചിട്ടുണ്ട്. കണ്ടോ എന്നാ രസമാണെന്ന് നോക്കിയേ, ഒരുപോലെ ഇല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു 3 ലവ്, ബ്ലാക്ക് ലവ് അങ്ങ് ഇട്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടിൻ്റെ മേക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുള്ള ദിവസം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ.